റിലേറ്റീവ്സ് ആരെങ്കിലും ഒരു സൈബർ തട്ടിപ്പോ സൈബർ പരാതി ഉണ്ടെങ്കിൽ ഈ 1930 നമ്പറിൽ വിളിച്ചാൽ എത്രയും പെട്ടെന്ന് ഇൻ കേസ് കുറച്ച് പൈസ നഷ്ടപ്പെട്ടു ഇമ്മീഡിയറ്റ്ലി ആ പൈസ തിരിച്ച് ബ്ലോക്ക് ചെയ്തിട്ട് തിരിച്ച് കൊടുക്കാനുള്ള ഒരു സംവിധാനം പോലീസിനകത്തുണ്ട്. സോ ഈ എത്രയും പെട്ടെന്ന് ഈ 1930 നമ്പറിൽ വിളിച്ചാൽ അത്ര നല്ലതാണ്. ഗോൾഡൻ അവർ എന്ന് പറയും. ഗോൾഡൻ അവർ പറയുമ്പോൾ 1 മണിക്കൂറിൽ ഈ 1930 നമ്പറിൽ വിളിച്ചാൽ നമുക്ക് ആ സൈബർ ആയിട്ട് പോകുന്ന പൈസ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും. അങ്ങനെ ഇന്ന് അവിടെ ഒരു പോസ്റ്റർ കാണുന്നുണ്ടോ? ഓപ്പറേഷൻ തുഫാനിൻ്റെ പോസ്റ്റർ കാണുന്നുണ്ടോ? കാണുന്നുണ്ടല്ലോ. അതിൽ 2 നമ്പറുണ്ട്. ഒന്ന് സേഫ് കാസർഗോഡ്, രണ്ടാമത്തെ യോദ്ധാവ് പറയുന്ന നമ്പർ. എത്ര പേരുടെ കയ്യിൽ ഫോണുണ്ട് ഇപ്പം? അത് ഭാഗമായിട്ടാണ് ഇന്ന് 3 ലെയർ സെക്യൂരിറ്റി ഒരു സ്കൂളിൽ ഒരു 3 ലെവൽ ഓഫ് സെക്യൂരിറ്റി എന്താണെന്ന് ഒരു പ്രാക്ടിക്കലായിട്ട് അഡീഷണൽ SP രാവിലെ പ്രോഗ്രാം നടത്തിയത്. കൂടാതെ നിങ്ങളെല്ലാ ആൻറ്റി നാർക്കോട്ടിക് പ്ലഡ്ജ് നിങ്ങളെല്ലാവരും എടുത്തിട്ടുണ്ട്. നമ്മളെല്ലാവർക്കും കുറച്ച് കാര്യങ്ങൾ പഠിക്കണമല്ലേ ഈ 2026-27 കുറച്ച് കാര്യങ്ങൾ പഠിക്കുക. ആദ്യ പഠനം കുറച്ച് ഫോൺ നമ്പർ നമുക്ക് എല്ലാവർക്കും ഓർമ്മ വയ്ക്കാം. എത്ര പേർക്ക് സൈബർ ഹെൽപ്പ് ലൈനിൻ്റെ നമ്പർ അറിയാം? കൈ കാണിക്കുക. ഒരു സൈബർ തട്ടിപ്പ് നടന്നാൽ ഈ നമ്പറിലാണ് വിളിക്കേണ്ടത്? ആരെങ്കിലും കൈ കാണിച്ചിട്ട് പറയുമോ? സിമ്പിളാണ്, 4 ഡിജിറ്റ്സ് മാത്രമേ ഉള്ളൂ. നാർക്കോ ഹണ്ട്, ഓപ്പറേഷൻ തുഫാൻ നാർക്കോ ഹണ്ട് എന്ന പരിപാടി എന്നൊരു പദ്ധതി ആൻറ്റി നാർക്കോട്ടിക് ഡ്രൈവായിട്ട് ഈ ജൂൺ 2 മുതൽ 4 മുതൽ സ്റ്റേറ്റ് മൊത്തം തുടങ്ങാൻ പോകുന്നത്. ഇതിനുവേണ്ടി പോലീസ് മാത്രം എക്സൈസ് മാത്രം ജോലി ചെയ്താലോ എക്സൈസ് മാത്രം പോലീസ് മാത്രം എഫർട്ട് എടുത്താലോ ചെയ്യുന്ന കാര്യമല്ല. സ്റ്റുഡൻസ്, ടീച്ചേഴ്സ്, പേരൻസ്, ഓൾ സിറ്റിസൺസ് എല്ലാവരും ഒരു ഗ്രൂപ്പ് സ്റ്റുഡൻറ്റ് ആൻഡ് ഗുഡ് സിറ്റിസണിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റി. എല്ലാവർക്കും സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഒരു ഗുഡ് സിറ്റിസൺ ആണ് ഫ്യൂച്ചറിൽ ആണെങ്കിലും ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നമ്മൾ എല്ലാവരും എവിടെയെങ്കിലും പുറത്ത് ഒരു ഹോമോസ് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിരുന്നു, കുട്ടികൾ പഠിക്കണം, എൻജോയ് ചെയ്യണം, സ്കൂളിൽ വന്നിട്ട് പാടണം, കഴിക്കണം, കൂടാതെ ചോദിക്കണം, ക്വസ്റ്റ്യൻസ് ചോദിക്കണം. ഒരു സ്റ്റുഡൻറ്റുള്ള ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി സ്പീച്ച് നിങ്ങൾ കേട്ടത്, മെസ്സേജ് കേട്ടത് ഒരു പുതിയ വിദ്യാഭ്യാസമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഉദ്ദേശിക്കുന്നത്. ഒരു വാക്ക് മന്ത്രി പറഞ്ഞ